ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് ബാസിലസ് എന്ന് പറഞ്ഞ സ്പീഷീസ്. ബാസിലസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിനെ പറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ബാസിലസിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ബാസിലസ് ആന്ത്രാസിസ് കേട്ടിട്ടുണ്ടാവും, ബാസിലസ് സീരീസ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാസിലസ് ഓർഗാനിസത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനെ പറ്റി ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാസിലേന, ദാറ്റ് ഈസ് നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാസിലേന നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ഓക്സിജൻ ടെൻഷൻ, എയറോബിക് ആൻഡ് അനറോബിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാസിലേസിയ ഫാമിലിനെ നമ്മൾ ബേസ്ഡ് ഓൺ ഓക്സിജൻ ടെൻഷൻ we can classified into two, that is aerobic and anaerobic. This anaerobicന്റെ അകത്ത് സ്പോർ ഫോമിംഗ് ബാസിലസിന്റെ എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം. then അതേസമയത്ത് എയറോബിക്കിനാണ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്പോർ ഫോമിംഗ് ബാസിലസ് ആൻഡ് നോൺ സ്പോറിംഗ് ബാസിലസ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഈ ഗ്രാം പോസിറ്റീവില് എയറോബിക്കിൽ വരുന്ന സ്പോർ ഫോമിംഗ് ബാസിലിക് എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാസിലസ്. then നോൺ സ്പോറിംഗ് ബാസിലസിന്റെ എക്സാമ്പിൾ ആണ് കോർണിബാക്ടീരിയം ആൻഡ് ലിസ്റ്റീരിയ. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ എന്താണ് ഇതിന്റെ അകത്ത് വരുന്ന ഗ്രാം പോസിറ്റീവിലെ എയറോബിക് ആയിട്ടുള്ള സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാസിലസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ എയറോബിക് സ്പോർ ബെയറിംഗ് ബാസിലസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പാത്തോജനിക് 1 ആൻഡ് നോൺ പാത്തോജനിക് 1 എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ നോൺ പാത്തോജനിക്കിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് ബാസിലസ് സബ്റ്റിലിസും. then പാത്തോജനിക്കിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആൻഡ് ബാസിലസ് സീരീസ്. this bacillus anthracis is able to cause anthrax and bacillus cereus is able to cause food poison. okay, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബാസിലസ് ജീനസിനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നതെന്ന് പറഞ്ഞാൽ ASB എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എയറോബിക് സ്പോർ ബെയറിംഗ് ബാസിലസ്, അല്ലെങ്കിൽ ASB എന്നുള്ള എയറോബിക് സ്പോർ ബിയേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുബിക്വിറ്റസ് ആണ്. അത് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. മെയിനായിട്ട് സോയില്, ഡസ്റ്റ്, എയറിൽ, വാട്ടറിലും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചില മീഡിയയിൽ ഇതെന്തായിട്ട് വരുന്നുണ്ട്, കണ്ടാമിനൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ബ്ലഡ് അഗാറൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് കാണാം, ഒരു പർട്ടിക്കുലർ കോളനി കാണാം. ദാറ്റ് ഈസ് ദിസ് ASB ആയിരിക്കും. ദാറ്റ് ഈസ് എയറോബിക് സ്പോർ ബിയറിംഗ് ബാസിലസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പാത്തോജനിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസ് കോസ് ചെയ്യുന്നു. ദെൻ ബാസിലസ് സീരീസ് മെയിൻ ആയിട്ട് എന്ത് കോസ് ചെയ്യുന്നു, ഫുഡ് പോയ്സൺ ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബാസിലസ് ആന്ത്രാസിസിനെ പറ്റി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇതെന്താണ് മെയിൻ കോസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ആന്ത്രാക്സ് എന്ന് പറഞ്ഞ ഡിസീസസ് ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഇതെന്താണ് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആന്ത്രാക്സ് എന്ന് പറഞ്ഞിട്ട് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്ത്രാക്സ് ഉണ്ട്. ഈ ആന്ത്രാക്സ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കാം വയ ഇൻഹലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും സ്കിൻ എക്സ്പോഷർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അബ്സോർപ്ഷൻ വഴി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ആന്ത്രാക്സ് ആയിരിക്കും. ഇങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫിലാണ് മെയിൻ ആയിട്ട് ആന്ത്രാക്സ് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ആന്ത്രാക്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ഈ ബാസിലസ് ആന്ത്രാസിസിന് ഇതിൻ്റെതായ മെയിൻ ആയിട്ട് 5 ഡിഫറെന്റ് പ്രത്യേകതകളാണ്. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ നോക്കാം. അതായത് ഫസ്റ്റ് വൺ എന്താണ്, നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടി ആദ്യമായിട്ട് കണ്ട ഒരു പാത്തോജനിക് ബാക്ടീരിയ ആയിരുന്നു ആര്, നമ്മുടെ ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിന് വേറെ എന്താണ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബാക്ടീരിയം ഏബിൾ ടു കോസ് എ ഡിസീസസ്. അതായത് ഒരു ഓർഗാനിസം ഒരു ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മനസ്സിലാക്കിയതായിരുന്നു നമ്മുടെ ബാസിലസ് ആന്ത്രാസിസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബാസിലസ് ആന്ത്രാസിസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ആയിട്ട് നമ്മുടെ റോബർട്ട് കോച്ച് ഫസ്റ്റ് ആയിട്ട് പ്യുവർ കൾച്ചറിലേക്ക് ഐസൊലേറ്റ് ചെയ്തതും ആരെയായിരുന്നു, നമ്മുടെ ബാസിലസ് ആന്ത്രാസിസിനെ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ റോബർട്ട് കോച്ചും പിന്നെ അതുപോലെ തന്നെ കോൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റും ഇതിന്റെ സ്പോറിനെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ബാസിലസ് ആന്ത്രാസിസിന്റെയും ബാസിലസ് സബ്റ്റിലിസിന്റെയും സ്പോർസിനെ അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു. ദെൻ അതിന്റെ ബേസ് പിടിച്ചിട്ടാണ് അവർ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജെയിൻ തിയറി ഓഫ് ഡിസീസസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ 5ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ആക്ടിനേറ്റഡ് വാക്സിൻ ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്ത് ലൂയിസ് പാസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ബാസിലസ് ആന്ത്രാസിസ് വെച്ച് ഓർഗാനിസത്തിൽ നിന്നാണ് ഇത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ ബാസിലസ് ആന്ത്രാസിസിനുള്ളത്. അതായത് 5 ഡിഫറെന്റ് പ്രത്യേകതകളാണ് ഈ ഒരു ബാസിലസ് ആന്ത്രാസിസിനുള്ളത്. ഓക്കെ, നമ്മൾ ഇതിന്റെ മോർഫോളജി നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ, നോൺ ആസിഡ് ഫസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാസിലേ ആയിരിക്കും, 1 to 3 മൈക്രോമീൻ സൈസ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ചില സമയത്ത് എന്താ ഇത് സിംഗിൾ ആയിട്ട് അറേഞ്ച് ആയിരിക്കും, ചില സമയത്ത് ഷോർട്ട് ചെയിൻ ആയിരിക്കാം. ഇതെന്താണ് സ്പോർ ഫോമിംഗ് ബാസിലസ് ആണ്, ക്യാപ്സൂൾ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇതെന്താണ് ലോങ് ചെയിൻസുമായിട്ടും അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ ലോങ് ചെയിൻ അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻഡ് ടു എൻഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അതായത് ഒരു ബാസിലേ വരുന്നു, അതിന്റെ അടുത്ത് തന്നെ വേറെ ഒന്ന് വരുന്നു, അതിന്റെ അടുത്ത് വേറെ ഒന്ന് വരുന്നു. ആ ഒരു രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ആ അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ എഡ്ജ് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ദിസ് എഡ്ജ് മേ ബി ട്രങ്കേറ്റഡ് ആയിരിക്കും.
ഒരിക്കലും റൗണ്ട് ആയിരിക്കത്തില്ല, ട്രങ്കേറ്റഡ് ആയിരിക്കും. ചില സമയത്ത് എന്തായിരിക്കും കോൺകേവ് ഉണ്ടാവും, ചില സമയത്ത് സോളനോ ആയിരിക്കും. അതായത് സോളൻ, കോൺകേവ്, ട്രങ്കേറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും ഇതിനുണ്ടാവുക, ഒരിക്കലും റൗണ്ടഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഒരു പേര് കൂടി പറയുന്നുണ്ട്, ബാംബൂ സ്റ്റിക് അപ്പിയറൻസ് എന്നുള്ള രീതിയിലും കൂടി ഇതിനെ നമ്മൾ മോർഫോളജി ഗ്രാംസ്റ്റൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ബാംബൂ സ്റ്റിക് അറേഞ്ച്മെന്റ്. എന്താണ് നമ്മൾ ബാംബൂ സ്റ്റിക് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ കാണിക്കുന്നത്, കണ്ടില്ല ഇവിടെ എൻഡ് ടു എൻഡ് അറേഞ്ച്മെന്റ് ആകുന്ന സമയത്ത് കോൺകേവ് ആയിരിക്കും, ഒരിക്കലും റൗണ്ടഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് ഏരിയയിൽ ആ രീതിയിലായിരിക്കും ഇതിന്റെ അപ്പിയറൻസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ ബാംബൂ സ്റ്റിക് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു വൈറ്റ് ഏരിയ എന്താണ്, അത് നമ്മുടെ എൻഡോസ്പോർ ആണ് കേട്ടോ. നമ്മൾ ടിഷ്യൂവിൽ വാങ്ങുന്ന സമയത്ത് ഈ രീതിയിലും കൾച്ചറിലാകുന്ന സമയത്ത് ഈ രീതിയിലാണ് ഇത് മെയിൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ക്യാപ്സ്യൂൾ നോർമലി അങ്ങനെ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ക്യാപ്സ്യൂള് മെയിൻ ആയിട്ട് ടിഷ്യൂവിലായിരിക്കും ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ദെൻ നോർമൽ ഓർഡിനറി മീഡിയയിലൊന്നും ക്യാപ്സ്യൂളിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. ദെൻ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ നമ്മൾ ക്യാപ്സ്യൂളിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ന്യൂട്രിയന്റ് അകാറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിന് എക്സാമ്പിൾ ആണ് 0.7% സോഡിയം ബൈകാർബണേറ്റും പിന്നെ അതുപോലെ തന്നെ 5 to 20% കാർബൺ ഡൈ ഓക്സൈഡും മീഡിയത്തിന്റെ അകത്തേക്ക് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂട്രിയന്റ് അകാറിനകത്ത് നമുക്ക് എന്തിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും, ക്യാപ്സ്യൂളിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് ചെയ്യിക്കാൻ പറ്റും. ഇതിന്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിപെപ്റ്റൈഡ് നേച്ചർ ആയിരിക്കും ക്യാപ്സ്യൂൾ ഉണ്ടാവുക. ഈ ക്യാപ്സ്യൂളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ, ആന്റിഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ആണുള്ളത്. നമ്മൾ നോർമൽ ഇത് ഫൗണ്ട് ചെയ്യുന്നത് ടിഷ്യൂലായിരിക്കും. നമ്മൾ ഓർഡിനറി കൾച്ചർ മീഡിയയിൽ നോർമൽ കണ്ടീഷൻസിൽ ഇതിന്റെ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതിന് എൻഹാൻസ്മെന്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ 0.7% സോഡിയം ബൈകാർബണേറ്റും 5 to 20% കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് ആയിരിക്കും. ആ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PXO2 എന്ന് പറഞ്ഞ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ജീൻ ആയിരിക്കും ഇതിന്റെ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഇന്ത്യ പ്രിപ്പറേഷൻ ആണ് ക്യാപ്സ്യൂൾ ഡെമോൺസ്ട്രേഷൻ. ഇത് ഫ്ലോറസൻസ് സ്റ്റെയിനിങ് മെത്തേഡ് ആണ് നമ്മുടെ ക്യാപ്സ്യൂളിന്റെ. ഇത് നമ്മൾ ഈ ഓർഗാൻസ് നമ്മുടെ ബാസിലസ് ആന്ത്രാസിസിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ പോളിക്രോം മെത്തിലിൻ ബ്ലൂ വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ അപ്പിയറൻസ് കാണാൻ പറ്റും. ഇറ്റ് ഇസ് നോൺ ആസ് മക്ഫേഡിയൻ റിയാക്ഷൻ എന്ന് കാണിക്കും. ഇത് സംഭവം ഇത് ഏറ്റവും വലിയ നമ്മുടെ പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസ് ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ആയിട്ട് വരുന്നതാണ് ഡെമോൺസ്ട്രേഷൻ ഓഫ് മക്ഫേഡിയൻ റിയാക്ഷൻ. മക്ഫേഡിയൻ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുക. ആ സ്മിയറിന്റെ അകത്ത് ഇട്ട് നമ്മൾ പോളിക്രോം മെത്തിലിൻ ബ്ലൂ ആയിട്ട് ആഡ് ചെയ്തിട്ട് 10 to 15 seconds ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് ഈ ബാക്സിലേക്ക് ചുറ്റുമായിട്ട് ഒരു അമോർഫസ് പർപ്പിൾ മെറ്റീരിയലിന്റെ ഒരു ഡെപ്പോസിഷൻ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്ഫേഡിയൻ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ മെറ്റീരിയൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക്, അതാണ് ആക്ച്വൽ മെക്കാനിസം ആണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇതിന്റെ അകത്ത് ബാംബൂ സ്റ്റിക് അപ്പിയറൻസ് പഠിച്ചു, മക്ഫേഡിയൻ റിയാക്ഷൻസ് പഠിച്ചു. ഓക്കെ, ഇതൊക്കെ നമ്മളെ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ്. ഇത് നമ്മുടെ എന്താണ് നമ്മുടെ എൻഡോസ്പോർ ചെയ്യുന്നത്, നമ്മൾ പവർഫുൾ ആയിട്ടുള്ള എൻഡോസ്പോർ ഉണ്ട്. എൻഡോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവൽ ആൻഡ് സെൻട്രൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. നമ്മൾ ഇതിനെ സ്റ്റെയിൻ ചെയ്ത് ഒന്നെങ്കിൽ മാലിക്കേറ്റ് രീതി അല്ലെങ്കിൽ ഷഫീർ ആൻഡ് ഫുൾട്ടൺ മെത്തേഡ് ഒക്കെ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്പോർസിനെ നമുക്ക് ഈ കാണുന്ന പോലെ ഗ്രീൻ കളറിലും വെജിറ്റേറ്റീവ് സെൽസിനെ നമുക്ക് റെഡ് കളറിലും കാണാൻ പറ്റും. ഇത് നമ്മൾ നോർമൽ ഗ്രാംസ്റ്റൈൻ ചെയ്താണ്. ഗ്രാംസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എൻഡോസ്പോറിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിക്കാൻ പറ്റും. റെസിസ്റ്റൻസ് പാറ്റേൺ അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി ടു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഇത് ബാസിലസ് ആന്ത്രാസിസിന്റെ സ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി റെസിസ്റ്റന്റ് നേച്ചർ ആണ്. ദാറ്റ് ഈസ് ഏത് അഡ്വേഴ്സ് കണ്ടീഷനിലാണെങ്കിലും ഈ കെമിക്കൽ ഫിസിക്കൽ എൻവയോൺമെന്റിലൊക്കെ ഹൈലി റെസിസ്റ്റന്റ് നേച്ചർ കാണിക്കുന്ന സംഭവമാണ് ഈ ബാസിലസ് ആന്ത്രാസിസിന്റെ സ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഡ്രൈ സ്റ്റേറ്റിലാണ്, ഇപ്പൊ സോയിലാണെങ്കിൽ ഈ സ്പോർസ് മെനി ഇയേഴ്സ് വരെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേസമയം ഇത് വെജിറ്റേറ്റീവ് ബാസിലെ ആണെങ്കിൽ മോസ്റ്റ് ഹീറ്റിൽ, അതായത് 60 degrees Celsius ഫോർ 30 minutes ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, മോസ്റ്റ് ഹീറ്റ് 60 degrees Celsius ഫോർ 30 minutes ആണെങ്കിൽ ഇതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് കില്ല് ചെയ്യും. അതേ സമയത്ത് സ്പോർ ആണെങ്കിൽ ഡ്രൈ ഹീറ്റ്, അതായത് 150 degrees Celsius ഫോർ 60 minutes, ദാറ്റ് ഈസ് 150 degrees Celsius ഫോർ 1 hour വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്പോർ കില്ലാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ഡ്യൂക്കറിങ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഇപ്പം ആനിമൽസിന്റെ അകത്തുനിന്നും നമ്മൾ കുറെ ആനിമൽ പ്രൊഡക്ട്സ് ഒക്കെ, അതായത് നമ്മുടെ കോട്ടൺ വൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്തുണ്ടാവാൻ ചാൻസസ് കൂടുതലാക്കി ഇതിന്റെ സ്പോർസ് ഉണ്ടാവും. ആ കോട്ടൺ വൂൾസിന് ഈ സ്പോർസിന് മാത്രം സെലക്റ്റീവ്ലി ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന പ്രോസസ്സിന് കറക്റ്റ്ലി പറയുന്ന പേരാണ് ഡ്യൂക്കറിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ
ആനിമൽസിന്റെ ഹെയർസിനെയും അതുപോലെ തന്നെ ബ്രിസ്റ്റൽസിനൊന്നും ഒരിക്കലും ഹാർംഫുൾ എഫക്ട് വരാണ്ട് നമ്മുടെ ഇതിന്റെ ആന്ത്രാക്സിന്റെ സ്പോർസിനെ മാത്രം സെലക്റ്റീവ്ലി ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡ്യൂക്കറിംഗ്. ഇത് മെയിനായിട്ട് 2 മെത്തേഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ യൂസിങ് 2% ഫോർമാൽഡിഹൈഡ്, അതായത് 2% ഫോർമാൽഡിഹൈഡ് നമ്മൾ 30 to 40 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസിൻഫെക്ഷൻ ഓഫ് വൂളിനെ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എഫക്റ്റിംഗ് ദ പ്രോഡക്റ്റ് വാല്യൂ. ഓക്കെ, ഓൺലി എഫക്റ്റിംഗ് ദ സ്പോർസ്. ഇനി അതേ സമയത്ത് തന്നെ നമ്മുടെ ആനിമൽസിന്റെ ആണെങ്കിൽ നമ്മുടെ 0.25% ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ നമ്മൾ 60 ഡിഗ്രി സെൽഷ്യസിൽ 6 hours വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്പോർസിനെ സെലക്റ്റീവ് ആയിട്ട് കില്ല് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതിന്റെ ആനിമൽ ഹെയർസിനെ ബ്ലിസ്റ്റേഴ്സിനൊന്നും എന്തുണ്ടാവാൻ പറ്റില്ല, ഒരു അങ്ങനെ ഹാർംഫുൾ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതേസമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഹൈലി ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഈ സ്പോർസിനെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് 2% ഫോർമാൽഡിഹൈഡ് ഫോർ 20 minutes or 0.25% ഫോർമാൽഡിഹൈഡ് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 6 hours യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ ഡ്യൂക്കറിംഗ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.